കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലൂംസ് ടാക്സോണമി എന്താണ് എന്ന് മനസ്സിലാക്കി. നമ്മളൊന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു പ്രോസസ്സും, പ്രത്യേകിച്ച് ലേണിംഗ് പ്രോസസ്സും നടപ്പിലാക്കേണ്ടത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന ആ ഒരു ഓർഡറിലാണ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ തന്നെ സയൻസ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ സയൻസ് ഓഫ് ഓർഡർ എന്നാണ്. അതായത് ഒരു ക്രമത്തിൽ ആണ് വാസ്തവത്തിൽ നമുക്ക് ഈ ലേണിംഗ് പ്രോസസ്സ് നടപ്പിലാക്കേണ്ടത് എന്ന് ചുരുക്കം. അത് ഏത് രൂപത്തിലായിരിക്കണം? സിമ്പിൾ ടു കോംപ്ലക്സ്. ഇതിനനുസരിച്ച് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എന്താണ്? റിമെമ്പർ എന്ന പ്രോസസ്സാണ്, അല്ലേ? നമുക്കത് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് റിമെമ്പറാണ്. അതിന് മേലെ അണ്ടർസ്റ്റാൻഡ്, അതിൻ്റെയും മുകളിലായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ, അപ്ലൈ, ദെൻ അനാലിസിസ്, അനലൈസ്, and above it evaluation, evaluate, and last one to create. ഈ ഒരു ഓർഡറിലായിരിക്കണം ലേണിംഗ് പ്രോസസ്സ് നടത്തേണ്ടത്. നമുക്ക് ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടത്തിയാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനാകുന്നതും അതിനനുസൃതമായിട്ട് അന്തിമമായിട്ട് ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാൻ കഴിയുന്നതും. ഈ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്? റിമെമ്പർ എന്ന് പറയുന്നത്. റിമെമ്പറിങ്. What is remembering? Remembering is the ability to recall information. എങ്ങനെയാണ് ഈ റിമെമ്പറിങ് പ്രോസസ്സ് നടക്കുന്നത്? നമ്മുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ രംഗത്ത് നമുക്കറിയാം, കുട്ടികളെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവരെ കൊണ്ട് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യിക്കുകയാണ്, അല്ലേ? ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ ശരി, അവരെ കൊണ്ടത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നു. അതല്ലെങ്കിൽ അവരെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിക്കുന്നു. അത് വേർഡ്സ് ആവട്ടെ, നമ്പേഴ്സ് ആവട്ടെ, ഏത് തന്നെയാണെങ്കിലും അവരെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിക്കുന്നു. അങ്ങനെ ആ കാര്യങ്ങളെ റീകോൾ ചെയ്യാനുള്ള അവരുടെ കഴിവാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? റിമെമ്പറിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ടീച്ചേഴ്സ് പാട്ട് പാടിക്കൊടുക്കുന്നു, കുട്ടികളത് ഏറ്റുപാടുന്നു, അല്ലേ? അത് ആവർത്തിച്ച് ഒരേ പാട്ട് തന്നെ പല ദിവസങ്ങളിൽ ടീച്ചർ ചൊല്ലിക്കൊടുക്കുന്നു, അവർ അത് ഏറ്റുപാടുന്നു. അങ്ങനെ അവർക്കത് സ്വയം പാടുവാനുള്ള ഒരു കഴിവ് അവിടെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് അവിടെ ഏത് പ്രോസസ്സ് നടക്കുന്നത്? ഈ റിമെമ്പറിങ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ലെവലാണ്, ലേണിങ്ങിൻ്റെ ബേസിക് ലെവലാണ് എന്തെന്ന് പറയുന്നത് റിമെമ്പർ എന്ന് പറയുന്നത്. ബ്ലൂംസ് ടാക്സോണമിയും അതുതന്നെയാണ് പറയുന്നത്. നമുക്ക് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ ഈ ഒരു റിമെമ്പർ എന്ന പ്രോസസ്സ് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? പല വേർഡ്സും നമ്മൾ പറയുന്നു, അത് കുട്ടികൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കുന്നു, അതെന്താണ് എന്ന് അവരോട് പലതവണ പറയുന്നു. അതവർ ഉരുവിട്ട് ആവർത്തിച്ച് ഉരുവിടുന്നു. അതിലൂടെ അവർ ആ വേർഡ് അതല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. അത് അവരുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ തലച്ചോറിനകത്ത് സേവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ സേവ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വീണ്ടെടുക്കാൻ കഴിയുമ്പോൾ അവർ അത് റിമെമ്പർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ടീച്ചേഴ്സ് ഈ റിമെമ്പറിങ് പ്രോസസ്സ് കുട്ടികളിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അവർക്ക് സോങ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഓരോ വാക്കുകൾ നമ്മൾ പറയുന്നു. ഇതെല്ലാം അവർ പലതവണ ഉരുവിട്ടാണ് വാസ്തവത്തിൽ അവരിലൂടെ ഈ റിമെമ്പറിങ് പ്രോസസ്സ് നടപ്പിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ
സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഇതെല്ലാം നമ്മൾ അവരോട് പറയുന്നു. അവർ അത് ആ ഓർഡറിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ബ്രെയിനിൽ അത് സേവ് ചെയ്യപ്പെടുന്നു. ആവശ്യ സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ അത് ഓർത്തെടുത്ത് നമ്മോട് പറയുന്നു. ഈ രൂപത്തിലാണ് വാസ്തവത്തിൽ ഈ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഈസ് ഇറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ്? അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് സെൻസ് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ കൊടുത്ത ആ ഇൻഫർമേഷനെ ഒരു ആശയതലത്തിലേക്ക് അവർ കടക്കുമ്പോഴാണ് അത് എന്താണ് എന്നവർ മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് അവർ ഉരുവിടുന്നു, അതുപോലെ അവർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഇതെല്ലാം എന്താണ് എന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ് അവിടെ നടക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് എന്ന പ്രോസസ്സ് നടക്കുന്നത്. അവർ മനസ്സിലാക്കുന്നു സൺഡേ നമുക്ക് ഹോളിഡേ ആണ് എന്ന്. അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നു മൺഡേയിൽ വീണ്ടും അവർ സ്കൂളിലേക്ക് പോകുന്നു. മൺഡേ ടു ഫ്രൈഡേ വീണ്ടും അവർ സ്കൂളിലേക്ക് പോകുന്നു എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നു. അവിടെ അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നു. സാറ്റർഡേയും സൺഡേയും അവർക്ക് സ്കൂളിൽ പോകേണ്ടതില്ല, സ്കൂളിന് അവധിയാണ് എന്നവർ മനസ്സിലാക്കുന്നു. ആ അണ്ടർസ്റ്റാൻഡിങ് പ്രോസസ്സ് അവിടെ ആ രൂപത്തിൽ നടക്കുന്നു. ടീച്ചേഴ്സിന് കുട്ടികൾക്ക് സിമ്പിളായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ വിഷ്വൽസ് അവർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് എന്ന പ്രോസസ്സ് ആ രൂപത്തിൽ നമുക്ക് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ കഴിയും. അത് ഈ ലേണിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. തേർഡ് വൺ ആപ്ലിക്കേഷനാണ് അല്ലേ? നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. അതാണ് അപ്ലൈ എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് വാസ്തവത്തിൽ അവിടെ അപ്ലൈ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്ലൈ മീനിങ് യൂസിങ് വാട്ട് യു നോ ഇൻ ന്യൂ സിറ്റുവേഷൻസ്. അപ്ലൈങ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സാഹചര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതാണ്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർക്ക് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ രൂപത്തിൽ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. അതിനെ അവരെ പ്രാപ്തരാക്കി മാറ്റേണ്ടതാണ്. ഉദാഹരണത്തിന് കളേഴ്സ് നമുക്കെടുക്കാം. പച്ച, ചുവപ്പ്, നീല, മഞ്ഞ എന്നിങ്ങനെയുള്ള കളേഴ്സ് നമ്മൾ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് എന്താണ്? അതവർ റിമെമ്പർ ചെയ്തു. അതിനുശേഷം അതവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുത്തു. ഏതാണ് പച്ച, ഏതാണ് നീല, ഏതാണ് കറുപ്പ്, ഏതാണ് വെള്ള എന്ന് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യണം? വ്യത്യസ്ത കളറുകളിലുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിൽ നിന്ന് അവരോട് പറയുക, ഇതിൽ മഞ്ഞ നിറത്തിലുള്ള ഒബ്ജക്ട്സ് ഏതാണ്, അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. പച്ച വേറൊരാളോട് മാറ്റി വെക്കാൻ പറയുക. മറ്റൊരാളോട് ചുവന്ന ഒബ്ജക്ട്സ് മാറ്റി വെക്കാൻ പറയുക. വേറൊരാളോട് നീല ഒബ്ജക്ട്സ് മാറ്റിയെടുക്കാൻ പറയുക. ആ രൂപത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് അവർക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അവർ റിമെമ്പർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം അവർ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം നമ്മൾ അത് അവരിലേക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി പറയുന്നതാണ്. അത് സോർട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത്. അവർ ആ രൂപത്തിൽ അത് അപ്ലൈ ചെയ്യുന്നു. ചില കുട്ടികൾ നീല ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നു. വേറെ ചില കുട്ടികൾ അതിൽ നിന്ന് റെഡ് അവൻ്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നു. ബ്ലൂ വേറൊരു കുട്ടി അവളുടെ അടുത്തേക്ക് നീക്കി വെക്കുന്നു. ഈ രൂപത്തിൽ അതിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ രൂപത്തിലാണ് നമുക്ക് പ്രീ പ്രൈമറി തലത്തിൽ ബ്ലൂംസ് ടാക്സോണമി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നാലാമത്തതായിട്ട് അനലൈസ് ആണ് അല്ലേ? എന്താണ് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അനാലിസിസ് മീൻസ് ബ്രേക്കിംഗ് ഡൗൺ ദി ഇൻഫർമേഷൻ ഇൻ ടു പാർട്സ്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷനെ പാർട്സായിട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് വാസ്തവത്തിൽ എന്തെന്ന് പറയുന്നത്? അനാലിസിസ് എന്ന് പറയുന്നത്, ടു അനലൈസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കുറേ കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് അവരോട് അതിനെ വേർതിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്.
അതിൽ നിന്ന് നിങ്ങൾ ബേഡ്സിനെ മാറ്റിവെക്കൂ, അതുപോലെ തന്നെ ആനിമൽസിനെ മാറ്റിവെക്കൂ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ വെഹിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് മാറ്റിവെക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ഏത് പ്രോസസ്സ് നടക്കുകയായി? അനാലിസിസ് എന്ന പ്രോസസ്സ് നടക്കുകയായി അല്ലേ? ഗ്രൂപ്പായി കിടക്കുന്ന ആ കാര്യങ്ങളെ നമ്മൾ പാർട്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഏതൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? സോർട്ടിങ് നടക്കുന്നു, അതുപോലെ തന്നെ കാറ്റഗറൈസിങ് നടക്കുന്നു, അതുപോലെ തന്നെ ആ ഓരോ ഒബ്ജക്ട്സും കമ്പയർ ചെയ്യാൻ അവർ പ്രാപ്തരാകുന്നു. ഈ രൂപത്തിൽ അവരെ കൂടുതൽ ലേണിംഗ് പ്രോസസ്സിലേക്ക് കയറ്റി വിടുകയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ബ്ലൂംസ് ടാക്സോണമിയിലൂടെ ഇവിടെ ചെയ്യുന്നത്. ഈ രൂപത്തിൽ തന്നെ വേണം മുൻപ് ലേണിംഗ് പ്രോസസ്സ് കുട്ടികളിൽ നടക്കേണ്ടത്. നെക്സ്റ്റ് വൺ എവാലുവേഷനാണ്. എവാലുവേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. വ്യത്യസ്ത ക്രൈറ്റീരിയകൾക്കനുസരിച്ച് ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എവാലുവേഷൻ എന്ന് പറയുന്നത്. മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ, ഇതാണ് എവാലുവേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യത്തെ അതിൻ്റെ പ്രിഫറൻസിനനുസരിച്ച് അതല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒപ്പീനിയൻ അനുസരിച്ച് കാര്യത്തെ നമ്മൾ ജഡ്ജ് ചെയ്യുക, അതുതന്നെയാണ് എവാലുവേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ കൊണ്ട് പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിക്കുന്നു. ആ ആക്ടിവിറ്റീസിനെ കുറിച്ച് കുട്ടികളുടെ ഒപ്പീനിയൻ ചോദിച്ചറിയുക, അതിനെക്കുറിച്ച് കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അത് അവരോട് തുറന്ന് പറയുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ അവർ പല കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ആ വിശദീകരണങ്ങൾ അവരുടെ പലതരത്തിലുള്ള സ്കില്ലുകളെയും ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുന്നതിന് ഈ ഒരു പ്രോസസ്സ് വളരെ ഏറെ സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ആ കഥ അവർ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുന്നു. അതിനുശേഷം കുട്ടികളോട് ചോദിക്കുക, ഈ കഥയിൽ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവർ അവരുടേതായ ഹീറോകളെ പറയുന്നു. ഓരോ കുട്ടിയോടും ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഹീറോയെ അതല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഏറെ ഇഷ്ടപ്പെട്ടത്? അവർ അതിന് വിശദീകരണം നൽകുന്നു. അതോടുകൂടിയിട്ട് അവർ ഒരു എവാലുവേഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ പറയുന്നതിലൂടെ ഒരു എവാലുവേഷനാണ് അവർ അവിടെ നടത്തിയത്. ഇത് അവരുടെ എവാലുവേഷൻ പ്രോസസ്സ് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാണ്. ലാസ്റ്റ് വൺ, ക്രിയേറ്റ്. ടു ഇംപ്രൂവ് ദി ക്രിയേറ്റിവിറ്റി ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് അവൻ കാര്യങ്ങളെ ഗ്രഹിച്ചു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുവരുത്താനാവും. പലതരത്തിലുള്ള ആശയങ്ങൾ അവൻ ഇതിനിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം. അവൻ പഠിച്ച ആ ആശയങ്ങളെല്ലാം ഉരുക്കൂട്ടിക്കൊണ്ട് സ്വരൂപിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് അവനെ നീക്കുവാനാണ് നമ്മൾ ടീച്ചേഴ്സ് ശ്രമിക്കേണ്ടത്. അവൻ പഠിച്ചെടുത്ത വ്യത്യസ്തങ്ങളായ അറിവുകൾ, ഈ അറിവുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ സൃഷ്ടികൾ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഈ ക്രിയേറ്റ് എന്ന പ്രോസസ്സിലൂടെ അവന് ലഭ്യമാകുന്നത്. ഇത് പ്രീ പ്രൈമറി തലത്തിൽ മാത്രമല്ല, നമ്മളുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സ് എല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിലും ആത്യന്തികമായിട്ട് അവൻ എത്തിച്ചേരേണ്ടത് എവിടെയാണ്? ഈ ഒരു ലെവലിലാണ്. അവിടെ എത്തിച്ചേർന്നു എന്ന് ബോധ്യമാകുമ്പോൾ മാത്രമാണ് അവൻ അതിൽ ആ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ വിജയിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുള്ളൂ. പലരും പല വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും അവർ അവിടെ അത് അവസാനിക്കുമ്പോഴും അവൻ എത്തി നിൽക്കുക ഈ ഒരു റിമെമ്പറിങ് പ്രോസസ്സിൽ മാത്രമായിരിക്കും. അതല്ല വേണ്ടത്. ആത്യന്തികമായിട്ട് ഏത് ലെവലിലാണ് അവൻ എത്തിച്ചേരേണ്ടത്? ഈ ക്രിയേറ്റ് എന്ന ലെവലിലാണ് അവൻ എത്തിച്ചേരേണ്ടത്. പ്രീ പ്രൈമറി കുട്ടികളെയും ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ ടീച്ചറുടെയും ദൗത്യം. ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള
പ്ലേ മെറ്റീരിയൽസ് നമുക്ക് കുട്ടികൾക്ക് നൽകാം. ആ പ്ലേ മെറ്റീരിയൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ വ്യത്യസ്തങ്ങളായ ക്രിയേറ്റിവിറ്റികളിലേക്ക് തിരിച്ചുവിടുക. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ബിൽഡിംഗ് ബ്ലോക്കുകൾ ഉണ്ടാവാം. കുട്ടികളോട് ഒരു 4 നില കെട്ടിടം പണിയുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ആ രൂപത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. അതിനനുസൃതമായിട്ടുള്ള പ്ലേ മെറ്റീരിയൽസ് ഓരോ പ്രീ പ്രൈമറി സ്കൂളുകളിലും ലഭ്യമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ശരിയായ നിലയിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുള്ളൂ. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.